ഇവരുടെ പോക്ക് എങ്ങോട്ടാണെന്നല്ലേ? ഒരു 13 വയസ്സുകാരിയുടെ ആത്മാവ് കുടിയിരിക്കുന്ന സ്ഥലത്തേക്ക്. മൈസൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ അല്ലെങ്കിൽ സെൻറ്റ് ഫിലോമിനാസ് ചർച്ച് ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളികളിൽ ഒന്നാണിത്. മനോഹരമായ വാസ്തുവിദ്യയ്ക്കും ആഴത്തിലുള്ള ആത്മീയ പ്രാധാന്യത്തിനും സാക്ഷ്യം വഹിക്കുന്ന ഈ ദേവാലയം പഴയ കാലഘട്ടത്തിലേക്കുള്ള ഒരു നേർക്കാഴ്ചയുമാണ്. 1843 നിർമ്മിച്ച സെൻറ്റ് ഫിലോമിനോസ് ചർച്ച് 4-ാം നൂറ്റാണ്ടിൻ്റെ വിശുദ്ധയും രക്തസാക്ഷിയുമായ വിശുദ്ധ ഫിലോമിനയുടെ തിരുശേഷിപ്പുകൾ നിലകൊള്ളുന്ന സ്ഥലം കൂടിയാണ്. 19-ാം നൂറ്റാണ്ടിൽ മൈസൂരിൽ താമസിച്ചിരുന്ന ഗണ്യമായ യൂറോപ്യൻ സമൂഹത്തെ ആദരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന മൈസൂരിലെ മഹാരാജ മുമ്മുടി കൃഷ്ണരാജ വോഡയാറായിരുന്നു ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ പിന്നിലെ ദർശകൻ. വർദ്ധിച്ചു വരുന്ന യൂറോപ്യൻ ജനസംഖ്യയ്ക്ക് മറുപടിയായി കൂടുതൽ വിശാലമായ ഒരു പള്ളിയുടെ അനിവാര്യത വ്യക്തമാക്കി. തത്ഫലമായി 1933 ഒക്ടോബറിൽ അക്കാലത്ത് ഭരിച്ചിരുന്ന മൈസൂരിലെ രാജാവ് കൃഷ്ണരാജേന്ദ്ര വോഡയാറിൻ്റെ ആഭിമുഖ്യത്തിൽ പുതിയ കത്തീഡ്രലിന് മൂലക്കല്ല് സ്ഥാപിച്ചു. ഫ്രഞ്ച് വാസ്തുശില്പിയായ ഡാരിയാണ് പള്ളിയുടെ രൂപകൽപ്പന നിർവഹിച്ചത്. പ്രശസ്തമായ കൊളോൺ കത്തീഡ്രലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിയോ ഗോത്തിക് ശൈലിയിലാണ് ഈ രൂപകൽപ്പന. കത്തീഡ്രലിൻ്റെ രൂപകൽപ്പന ഒരു കുരിശിനെ പ്രതിഫലിപ്പിക്കുന്നു. മൈസൂരിലെത്തുന്നവർ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലങ്ങളിൽ ഒന്നാണിത്.